പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയിലെ പാർക്കിംഗ് കൊള്ളയെക്കുറിച്ചാണ് ഒരു വീഡിയോ. ഇത് പണ്ട് വന്നൊരു വീഡിയോയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ ആശുപത്രിയിൽ അതൊന്നും നിർത്തിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, എന്നിട്ട് പറയാം. സർക്കാർ ആശുപത്രിയിൽ പാർക്കിംഗ് കൊള്ള. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് പാർക്കിംഗിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നത്. ആശുപത്രിക്കുള്ളിലേക്ക് വാഹനം കടക്കണമെങ്കിൽ പണം നൽകണം. വാഹനം പാർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പ്രവേശിക്കാൻ പണം നൽകണം. ഒരേ വാഹനം ഒന്നിൽ കൂടുതൽ തവണ ആശുപത്രിക്കുള്ളിൽ എത്തിയാലും പിരിവ് നൽകണം. ചില പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇത് സത്യാവസ്ഥ തന്നെയാണ്. ഇത് കള്ളവാർത്തയൊന്നുമല്ല. നമുക്ക് വേറൊരു വീഡിയോ കൂടി കാണാം. അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് അവൻ കള്ള അല്ലാതെ പറയില്ല. ചേട്ടാ, ഈ വാഹനം ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പൈസ കൊടുക്കണോ? പാർക്ക് ചെയ്യണം. എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം ഇത് പാർക്കിംഗ് ആണോ അല്ലയോ? അവർ പറയും പാർക്കിംഗ് ആണെന്ന്. അല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ അകത്തേക്ക് വിടും? പോയിട്ട് രോഗി ഇറക്കിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇറങ്ങിപ്പോരും. ഈ ഒന്നിൽ അധികം തവണ വാഹനം അകത്തേക്ക് പോകണമെങ്കിൽ ഒന്നിൽ തവണ കൂടുതൽ അങ്ങനെ പോയിട്ടില്ല. എന്തെങ്കിലും മെഡിസിൻ ആണെങ്കിൽ അവർ OP കാണിക്കുമല്ലോ, മെഡിസിന്റെ തുണ്ട് കാണിക്കും. എന്നാൽ നിങ്ങൾ വിടും. ശരി. ഈ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് ഈ പറയണ പച്ച കള്ളമാണ്. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ പൈസ കൊടുത്ത് തന്നെ പോകണം. അതിൻ്റെ അകത്ത് 1-2 OPകളുണ്ട്, പിന്നെ കുറേ ടെസ്റ്റുകൾ അതിൻ്റെ അകത്താണ്. അതിന് എന്തിനു പോകണമെങ്കിലും പൈസ കൊടുക്കണം. ബൈക്കിനാണെങ്കിൽ 10 രൂപ, ഓട്ടോയ്ക്കാണെങ്കിൽ 20 രൂപ, കാറിനാണെങ്കിൽ 25 രൂപയും കൊടുത്താൽ വിടും. അതിന് അവന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി അങ്ങ് നിൽക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അത്യാവശ്യത്തിന് പോകണോണ്ട് പൈസ കൊടുത്തിട്ട് പോകാൻ നോക്കും. ഈ പാവപ്പെട്ടവരാണ് അവിടെ പറഞ്ഞത്. ആ ഒരു ഗുളികയ്ക്ക് മരുന്നിന് വേണ്ടി അവിടെ വരുമ്പോൾ അവിടെ ആദ്യം തന്നെ ജയിലിൽ പണ്ടുള്ളതുപോലെ നടയടി പോലെയാണ് അവന്മാർ നിൽപ്പുള്ളത്. അവന്മാർ നിൽക്കണേണ്ട എവിടുന്ന് കൊള്ള സംഘത്തിൽ നിന്ന് വന്ന് നിൽക്കുമ്പോഴാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല. നമുക്കൊരു വീഡിയോ കൂടി കാണാം. ഭക്ഷണം കൊണ്ടു കൊടുക്കണം. ഈ 3 നേരം ഭക്ഷണവുമായി വരുമ്പോഴും 20 രൂപ വെച്ച് ആ ഓട്ടോറിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് 60 രൂപ വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങൾ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ RMOയോട് സംസാരിച്ചപ്പോൾ HMC തീരുമാനമാണ്. ഇതൊരു തീവെട്ടി കൊള്ളയാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അരുൺകുമാർ, മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കണക്കിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. അതാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഇതിൽ പാർക്കിംഗ് ഇല്ല. അവിടെ യഥാർത്ഥത്തിൽ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. യഥാർത്ഥ സത്യം അവിടെയാണ്. ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി കൊണ്ടിടും. അതാണ് നടക്കുന്നത്. അല്ലാതെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ഈ പിരിവ് അങ്ങ് പിരിച്ച് തള്ളയാണ്. അതിന് 2 പേരെയൊക്കെ നിർത്തിയാണ് അവിടെ പിരിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ള തന്നെയാണ്. ഇതൊന്നും ചോദിക്കാനും ആരുമില്ല. ഒരു സർക്കാരും ഇതിൽ ഇടപെടാറുമില്ല. അതാണ് യഥാർത്ഥ സത്യം. നഗരസഭയില്ല, സർക്കാരും ഇല്ല, ആരുമില്ല. അതുകൊണ്ട് ഇപ്പം വന്ന മന്ത്രിസഭയിലൂടെയാണ് പറയാനുള്ളത്, ഇതിനൊരു അറുതി വരുത്തണം. നിങ്ങളിവിടെ ട്രാൻസ്പോർട്ട് ബസ് വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാലത്ത് ഈ ആശുപത്രിയിൽ ഈ പിരിവ് പിരിച്ച ആൾക്കാർ പോവില്ലേ? നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ വാഹനവും ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിശ്ചിത ഫീസ് നൽകണം എന്നുള്ളതാണ്. കാറിന് ഏകദേശം 25 രൂപ നൽകണം. അതുപോലെ തന്നെ 3 വീലർ ഓട്ടോറിക്ഷയാണെങ്കിൽ 20 രൂപയും 2 വീലറിന് 10 രൂപയും നൽകണം എന്നുള്ളതാണ്. ഇത് അവിടെ പാർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു പേഷ്യന്റിന്റെ കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡർ പുറത്തേക്ക് മരുന്ന് വാങ്ങി തിരികെ അകത്തേക്ക് വന്നാലും അവർക്ക് ഭക്ഷണവുമായി വന്നാലും ഈ ഫീസ് നൽകണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ പാർക്കിംഗ് ഫീ വേണം എന്നാണോ? ഇതാണ് സത്യം. അതിൻ്റെ അകത്ത് കടക്കണമെങ്കിൽ പൈസ കൊടുത്തേ ആവും. അവിടെ OP എടുക്കണമെങ്കിലും നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന് എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് കയറിയാൽ പൈസ കൊടുക്കണം. അത് അവർ വന്ന് വാങ്ങുകയും ചെയ്യും. അതിനാണ് 2 പേരെ ഇട്ടിരിക്കുന്നത്. അവന്മാർ വന്നങ്ങ് നടുക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടി അവിടെ വരെയാണ്. അപ്പോൾ അവരുടെ ഫീസ് ചോദിച്ചു. അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവന്മാർ ഗൂഗിൾ പേ സ്വീകരിക്കില്ല. അപ്പോൾ ഇവർ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആ വണ്ടി അവിടെ വച്ചിട്ട് അടുത്തുള്ള ആളുടെ നിന്ന് 10 രൂപ ഗൂഗിൾ പേ ചെയ്ത് അവരിൽ നിന്ന് 10 രൂപ വാങ്ങിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടെന്ന് നോക്കി. ഒരു രോഗിയെ കാണിക്കാൻ വന്നതാണ്, അല്ലാതെ അവൻ അവിടെ കല്യാണത്തിന് വന്നതല്ല. രോഗിയെ കാണിക്കാൻ വന്നവൻ ഇവൻ്റെ മുമ്പ് കുനിഞ്ഞ് നിന്നിട്ട് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വല്ല കാര്യം നടക്കും. ഇതാണ് വലിയ വലിയ കഷ്ടം.
ഇതെന്നാ ഈ ഒരു രാഷ്ട്രീയക്കാരന്മാരും ഇതൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. പറയുമ്പോൾ 100 വർത്താനം പറയും. ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്, ഇതൊക്കെയാണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ അപ്പം തന്നെ വണ്ടി നമ്പർ എഴുതിയെടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവിടെ ഇങ്ങനെ പോലീസിനെ വിളിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള പരിപാടി. പക്ക ഗുണ്ടായുസമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. മുതലുള്ള മേഡം വരുന്നുണ്ട്. മേഡം, ഇവിടെ ഇങ്ങനെ ഒരു ഫീസ് വാങ്ങുന്നത് ശരിയാണോ നിലവിൽ? മേഡം പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട ആളാണ് മേഡം. രാവിലെ നമ്മൾ അരുൺകുമാർ ഇവിടെ എത്തുമ്പോൾ മേഡം കണ്ടില്ലേ, അവർക്ക് മറുപടിയില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ മറുപടി ഇല്ലാതെ പോകുന്നു. അപ്പം ഇതിൻ്റെ അവസ്ഥ എന്തിനാണ്? ഉദ്യോഗസ്ഥർക്കും ഇല്ല, സർക്കാരിനും ഇല്ല, ആർക്കും ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പം ഈ എല്ലായിടത്തും ഇങ്ങനെ പിരിച്ചെടുക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഇത് ശരിയായതല്ല. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. പറയുന്നത് എന്തായാലും അരുൺകുമാർ ഒരു തീവട്ടിക്കൊള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാവിലെയൊക്കെ തന്നെ ഞാൻ വി കെ പ്രശാന്ത് MLA-യോടും സംസാരിച്ചിരുന്നു, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കണ്ടില്ലേ, പി കെ പ്രശാന്ത് കഴിഞ്ഞ MLA-യോടെയും സംസാരിച്ചിരുന്നു. അവരും ഇതിൽ ഒരു നടപടിയും എടുത്തില്ല. സർക്കാരിനൊന്നും ഇത് പിന്നെ ഇത് ആരാണ് നടപടി എടുക്കേണ്ടത്? കോർപ്പറേഷന് ഈ അനുമതി കൊടുത്തിട്ടുമില്ല. ഇത് ആരെങ്കിലും ഒരാൾ ഇടപെടണ്ടേ ഈ കേസിൽ? അല്ല, ഈ പാവപ്പെട്ടവർ 2 ഗുളിക വാങ്ങിക്കാൻ പറഞ്ഞാൽ അവരെ നിന്ന് ഈ പൈസയൊക്കെ പിരിച്ചെടുത്താൽ അവർ ഈ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്നത് തന്നെ. അല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കാണിച്ചാൽ പോലെയിരുന്ന. ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ഇതില്ലല്ലോ പാർക്കിംഗ് ഫീസ്. ഇത് ടോൾ പിരിക്കുന്നേക്കാൾ വലിയ പിരിവാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്രയും മാത്രം പിരിക്കുന്നത്. ആ നടയിൽ കയറണമെങ്കിൽ പിരിവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വല്ല അവസ്ഥയല്ലേ? ഒരു OP-യിൽ ഒരു ആളെ കാണിക്കാൻ വരുന്നു, അവർ ആട്ടോ പിടിച്ചായിരിക്കും പറഞ്ഞാൽ അവർ 20 രൂപ ഈ ആട്ടോയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയാം. ഞാൻ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങണമെന്നാണ് ഇത് ഞാൻ കണ്ടത്. ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല. പക്ഷേ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്യണം. പാവപ്പെട്ട ആൾക്കാർ വന്ന് കിടന്ന് ഇവൻ്റെ ഇടയൊക്കെ കിടന്ന് പറയണമാക്കണം. ഇവരെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇവരെ യാതോ മറ്റേ ഇതിൽ നിന്ന് വലിയ വലിയ ഓഫീസർ നിൽക്കുമ്പോൾ നിന്ന് ഈ പൈസ പിരിക്കണം. ഇതൊക്കെ വലിയ കഷ്ടപ്പിടിച്ച ഇടമാണ്. അല്ലെങ്കിൽ ഒരു രോഗി പൈസ ഇല്ല എന്ന് പോയി. ഇവർ ഈ വീഡിയോയിൽ പറയും പോലെ ഒന്നുമല്ല, എല്ലാവരും അവർ പൈസ പിരിക്കുന്നുണ്ട്. ഒരൊറ്റ ആളിനെ പോലും അവരകത്തോട്ട് കയറ്റി വിടുന്നതുമില്ല. അതിൻ്റെ നടുക്ക് കയറി നിന്നാണ് ഈ പൈസ പിരിക്കുന്നത്. അത്രയും വലിയൊരു കഷ്ടമാണ് അവിടെ നടക്കണം. ഇതെല്ലാം അവിടെയുള്ള ആരും നോക്കണവരുമില്ല, ഒരു രാഷ്ട്രീയക്കാരില്ല, ഒന്നുമില്ല. പറയുമ്പം പറയും ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു കിടക്കണമെന്ന് പറയും. ജനങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെയാണ് മരിക്കേണ്ടത്. ടോള് പിരിക്കുന്നിടത്ത് ചെന്ന് ഇവർ സമരങ്ങൾ ചെയ്യുമല്ല. ഇവിടെ വന്ന് ഒരു സമരം ചെയ്ത് ഇവർ ചോദിക്കാത്തത് അവർ കണ്ടില്ല. ആ ഓഫീസറെ ചോദിച്ചാലും മൈൻഡ് ചെയ്യാതെ കൊണ്ട് നീ ആരുടെ എന്നുള്ള ചോദിപ്പാണ് ചോദിച്ചുകൊണ്ട് പോയത്. അപ്പം ആ ഒരു ഗതികേടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും ഇടപെടണം, ഏതെങ്കിലും ഒരു ആൾക്കാർ ഇടപെടണം. കോർപ്പറേഷനോ സർക്കാരോ ആരെങ്കിലും ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത് പാവപ്പെട്ട ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടാണ്. അവർക്ക് വേണ്ടി ആരെങ്കിലും നിങ്ങളോട് ഒരു അപേക്ഷയായിട്ട് വയ്ക്കുകയാണ്, ആരെങ്കിലും ഇതിൽ ഇടപെടണം. ഒരു ദിവസം ഒരു 5 പ്രാവശ്യം കാപ്പിയും ചോറും ഇതൊക്കെ കൊണ്ട് ഗുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവ എത്ര രൂപ വെച്ച് കൊടുക്കണം? ബൈക്കിലാണെങ്കിൽ 5 പ്രാവശ്യം പോകണമെങ്കിൽ 50 രൂപയായി, ആട്ടോയിലാണെങ്കിൽ 100 രൂപയായി. അപ്പം ഈ കാറിലാണെങ്കിൽ 125 രൂപയായി. അപ്പം ആ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. അപ്പം അതിനേക്കാളും അവൻ പ്രൈവറ്റ് ആശുപത്രി പോകണമല്ല നല്ലത്. 10-200 കൂടെ ഇട്ട് അവിടെ കാണിച്ചിട്ട് അവൻ വീട്ടിൽ പോകാനല്ല, ക്യൂവിൽ നിൽക്കണ്ട, ഇവൻ്റെ കാലും പിടിക്കണ്ട. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെങ്കിലുമൊക്കെ ഇതിൽ ഇടപെടണം, ഇതിനൊരു അറുതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ബൈ.